എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അവിയലാണ് ഉണ്ടാക്കുന്നത്, ഊണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യല്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് അവിയൽ ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ എല്ലാം ഇവിടെ ഉണ്ട്, ചേരുവകൾ. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളരിക്ക, ഒരു പാകം വലുപ്പത്തിലുള്ളൊരു വെള്ളരിക്കയാണ്. അതെടുത്ത് തോലൊക്കെ ചെത്തണം. അപ്പോൾ ഇനി ഓരോന്നും വൃത്തിയാക്കാൻ തുടങ്ങാം. അവിയലിനാകുമ്പോൾ പിന്നെ എല്ലാ കഷ്ണങ്ങളും ഉണ്ടല്ലോ, ഒട്ടുമിക്ക കഷ്ണങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം ഇനി, എന്നിട്ട് വേണം നുറുക്കാൻ. അപ്പോൾ ഇന്ന് ഏതായാലും അവിയലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ പാവയ്ക്ക. അവിയലിനാകുമ്പോൾ പിന്നൊക്കെ നീളത്തിൽ നുറുക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ അങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ്. ക്യാരറ്റ് പിന്നെ ഒന്ന് അധികമില്ല, ഒക്കെ കുറഞ്ഞ അളവിൽ അതേ ഉണ്ടാക്കുന്നുള്ളൂ. അത് പിന്നെ എല്ലാ കഷ്ണങ്ങളും ഉള്ളതുകൊണ്ടൊക്കെ പാകത്തിന് മതിയല്ലോ. മുരിങ്ങക്കായ, ഇനി നമ്മൾ ഒരു പച്ച നേന്ത്രക്കായ അതെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏണൊക്കെ ചെത്തി വൃത്തിയാക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ചേന, അതിപ്പോൾ തോലൊക്കെ ചെത്തി വരുമ്പോൾ അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു, തോലത്തിലൊക്കെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമുക്കിത് നുറുക്കാം. ഇപ്പം നമ്മൾ കറിക്ക് നുറുക്കണ പോലെ അല്ലല്ലോ, നീളത്തിലാണല്ലോ. അവിയലിന് പിന്നെ എല്ലാ കഷ്ണങ്ങളും നുറുക്കിയൊക്കെ വരുമ്പോഴേക്കും നല്ലൊരു അത്യാവശ്യം ഉണ്ട്. നല്ല പണി തന്നെയാണ് അവിയൽ ഉണ്ടാക്കൽ. എല്ലാം നീളത്തിൽ നുറുക്കുക. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അവിയലാണല്ലോ. നമ്മളിപ്പോൾ ഒട്ടുമിക്ക ചേരുവകളുണ്ട് ഇതിൽ, കഷ്ണങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു കഷ്ണം ഒന്ന് കുറഞ്ഞു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ. ചേന ആദ്യം ഒന്നും ഇങ്ങോട്ട് ഈ ഒരു പരുവത്തിലുണ്ട് ചെത്തിണ്ടെടുക്കാം. പിന്നെ ഇങ്ങോട്ട് നുറുക്കിയെടുക്കാം. പിന്നെ ഇതാ പയർ, അതും കഴുകിയ ശേഷം നമ്മൾ ഒന്ന് നീളത്തിൽ ഇങ്ങോട്ട് അരിയാണ്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇവിടെ ആയി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഇന്ന് അവിയൽ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കഷ്ണങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കുറേ ഉണ്ട് തോന്നും, അത്രേ ഉള്ളൂ. അത് വെന്ത് വരുമ്പോൾ ഒക്കെ ശരിയാവും. ഒക്കെ ഉണ്ടാമരും വെന്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ കാണുമ്പോൾ അതിങ്ങനെ നീളത്തിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതല്ലേ, നീണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മുരിങ്ങക്കായ നമുക്കിതാ ഇവിടെ മാറ്റി വയ്ക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിന്ന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ലേശം വെള്ളം. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനെ അടച്ചു വയ്ക്കാം. അപ്പം അത് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചതച്ചിടാനുള്ള തേങ്ങ ചിരവിയത്, പച്ചമുളക്, പിന്നെ കറിവേപ്പില. നല്ല കൊണ്ടാട്ടമുളകിന് പറ്റിയ നീണ്ട മുളകാണ് പച്ചമുളക്. ഈ ചേരുവകൾ നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. അത്യാവശ്യം തേങ്ങ ചിരവിയതൊക്കെ ഉണ്ട്, നല്ല പച്ചത്തേങ്ങയാണ്.
ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചതച്ചെടുത്തു. വേവുന്നുണ്ട്. നമ്മളിത് ഒന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കാമല്ലോ. ഇപ്പോൾ അത്യാവശ്യം വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൽ മുരിങ്ങാക്കായ അത് ചേർക്കാം. എന്നാൽ പിന്നെ മുരിങ്ങാക്കായ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് എന്നിട്ട് വെന്ത ശേഷം ഇട്ട് കൊടുത്തതാണ്. ഇതൊന്നും കൂടിയൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് നല്ല തൈര് അത് ചേർക്കുകയാണ്. ഇതൊക്കെ നന്നാക്കി ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് വെന്തതാണ് കേട്ടോ, കഷ്ണങ്ങളെല്ലാം വെന്തതാണ്. അപ്പോൾ ചതച്ച് വെച്ചത് അത് ചേർക്കാം. ഒക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ പച്ച വെളിച്ചെണ്ണ തുളിക്കാം. ഇത്രയും ഇപ്പോൾ ഇതിന് പണിയുള്ളൂ, പിന്നെ വറുത്തിടാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെ അവിയൽ ഇവിടെ റെഡിയായി. ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ വെള്ളരിക്ക മോര് കറിയുണ്ട്. ഇനി അവിയൽ. ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ പൊതുവേ കുറച്ചൊരു വെള്ളത്തോടെ ഇഷ്ടം, അങ്ങനെയാണ്. പപ്പടം കാച്ചിയതുകൊണ്ട് പറ്റങ്ങോട്ട് കട്ട് ചെയ്യണതിലേറെ ഇങ്ങനെ അത് വെള്ളത്തോടു കൂടിയല്ല, നല്ലൊരു ലേശം അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യാം. വീട്ടിലാവുമ്പോൾ അങ്ങനെയുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.